Shadow Learning Solutionsലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ്. സാധാരണ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ട്രാൻസാക്ഷനുകളെ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് എടുത്ത് ടോട്ടൽ എടുത്ത് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു. ട്രയൽ ബാലൻസിൽ നിന്നും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു. ഇങ്ങനെയാണ് സാധാരണ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയർ. എന്നാൽ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്നത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിന് സാധാരണ ഫൈനൽ അക്കൗണ്ടുകളിൽ നിന്നും ഉള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രധാനമായും രണ്ട് തരം ഫണ്ടുകളാണുള്ളത്. ഒന്ന് ഓൺഡ് ഫണ്ടും രണ്ട് ബോറോഡ് ഫണ്ടും. ഓൺഡ് ഫണ്ടിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീസ്, അഡ്മിഷൻ ഫീസ്, റിസർവ് ഫണ്ട്, അതർ റിസർവ് മുതലായവ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായുള്ള ഫണ്ടുകളാണ് ഈ ഓൺഡ് ഫണ്ടുകൾ എന്നുള്ളത്. അതേസമയം ബോറോഡ് ഫണ്ടുണ്ട്. അതായത് സ്വന്തമല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഫണ്ടുകൾ. അവയിൽ വരുന്നതാണ് ലോൺസ് ഫ്രം കേരള ബാങ്ക്, ലോൺസ് ഫ്രം അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ബോറോഡ് വാങ്ങിയ ഫണ്ടുകളാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം പെർമിസിബിൾ ബോറോയിങ് പവർ എന്ന് പറയുന്നത് 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ടാണ്. അതായത് ഓൺഡ് ഫണ്ട് എത്രയാണോ അതിൻ്റെ 150 മടങ്ങ് വരെ മാത്രമേ അതിന് ബോറോ ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസാക്ഷനുകൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഇപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുന്ന ജേണലാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഡേ ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷനുകളും ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനുകളെയും ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളെയും ഡേ ബുക്കിൽ രേഖപ്പെടുത്തുന്നു. അതിൽ നിന്നും ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് തരംതിരിക്കുന്നത് ലെഡ്ജറിലാണ്. അതായത് ട്രാൻസാക്ഷനുകളെ അവയുടെ ഹെഡ് വൈസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നത് ലെഡ്ജറിലാണ്. സാധാരണയായി ലെഡ്ജർ അക്കൗണ്ടുകളുടെ ടോട്ടൽ എടുത്താണ് നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നില്ല. അതിന് പകരമായി ലെഡ്ജർ അക്കൗണ്ടുകളുടെ ടോട്ടൽ എടുത്ത് റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നത്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് ഇല്ല. അതിന് പകരമായി റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അക്കൗണ്ട് ആണ്, അതായത് R&D അക്കൗണ്ട് ആണ് തയ്യാറാക്കുന്നത്. അതായത് ലെഡ്ജർ അക്കൗണ്ടുകളുടെ ടോട്ടലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അഥവാ R&D. അതോടൊപ്പം തന്നെ സാധാരണ നമ്മൾ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ്, ക്രെഡിറ്റ് മുതലായ വാക്കുകളും കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായി റിസീറ്റ്, പേയ്മെൻറ്റ് ഈ വാക്കുകളാണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെസീറ്റുകളുടെയും പേയ്മെൻറ്റുകളുടെയും സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അക്കൗണ്ട് അഥവാ R&D അക്കൗണ്ട്. ഈ R&Dയിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമല്ല ക്രെഡിറ്റ് ട്രാൻസാക്ഷനുകളും ഉൾപ്പെടുന്നുണ്ട്. ലെഡ്ജർ അക്കൗണ്ടുകളുടെ ക്ലാസിഫൈഡ് സമ്മറിയാണ് R&D എന്നറിയപ്പെടുന്നത്. ഈ R&Dയിൽ ലയബിലിറ്റി, അതായത് ഏതൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റ് എല്ലാം ലയബിലിറ്റിയാണ്. അതായത് അവർ വന്ന് ആവശ്യപ്പെടുമ്പോൾ മടക്കി നൽകേണ്ടതാണ്. അതുകൊണ്ട് ഡെപ്പോസിറ്റുകൾ എന്നത് ഏതൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ അതേസമയം ലോണുകൾ എന്നത് ഏതൊരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ളതെല്ലാം അസറ്റാണ്. R&Dയിൽ ലയബിലിറ്റിയും അതായത് ഡെപ്പോസിറ്റ്, ഇൻകം മുതലായവ റിസീറ്റ് സൈഡിലും, അസറ്റ് അതായത് ലോൺസ്, എക്സ്പെൻസ് മുതലായ പേയ്മെൻറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഒരു R&Dയുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്കാണ് മാറ്റുന്നത്. അതുപോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നെറ്റ് ലോസ് ആണെങ്കിൽ ആ നെറ്റ് ലോസ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ: ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ്. ഒന്ന് നെറ്റ് ലോസ്, രണ്ട് ക്ലോസിംഗ് ബാലൻസ് ഓഫ് R&D.
ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏതെങ്കിലും പെർമനന്റ് അസറ്റ് സെയിൽസ് നടത്തുന്നതിലൂടെ അതിൽ ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, സാധാരണ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് അസറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. അതുപോലെ തന്നെയാണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലും ഇത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. കോഓപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് പെർമനൻസി ഓർഡറിലാണ്. സാധാരണയായി ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് പ്രധാനമായും 2 തരം ഓർഡറുകളിലാണ്. ഒന്ന് ലിക്വിഡിറ്റി ഓർഡർ, 2 പെർമനൻസി ഓർഡർ. ഇപ്പോൾ ലിക്വിഡിറ്റി ഓർഡർ എന്താണ്, പെർമനൻസി ഓർഡർ എന്താണ് എന്ന് കാണാത്തവർ മുൻ ക്ലാസ്സുകൾ കണ്ട ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കടക്കുക. മുൻ ക്ലാസ്സുകൾ ഇതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. പെർമനൻസി ഓർഡറിലാണ് ഒരു കോഓപ്പറേറ്റീവ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് ആണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലെ റിസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് അഥവാ R&D എന്നറിയപ്പെടുന്നത്. ഈ R&Dയുടെ ക്ലോസിംഗ് ബാലൻസ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അതോടൊപ്പം ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഡ്യൂ ടു, ഡ്യൂ ബൈ മുതലായവ. ഡ്യൂ ടു എന്നത് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്, അതൊരു സസ്പെൻസ് അസറ്റ് ആണ് ഡ്യൂ ടു. അതേസമയം ഡ്യൂ ബൈ എന്നത് ലൈബിലിറ്റി ആണ്, സസ്പെൻസ് ലൈബിലിറ്റി ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായും ഓർക്കേണ്ടത് ഡ്യൂ ടു എന്നത് അസറ്റും ഡ്യൂ ബൈ എന്നത് ലൈബിലിറ്റിയും. ഇവിടെ ഓർക്കുക, ഡ്യൂ ടു അതിൽ ടി ഉണ്ട്, അസറ്റ് ടി ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു എന്നത് അസറ്റും, ഡ്യൂ ലൈബിലിറ്റിയിലും വൈ ഉണ്ട്, ഡ്യൂ ബൈയിലും വൈ ഉണ്ട്, ഡ്യൂ ബൈ ലൈബിലിറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബിൽഡിംഗ് ആൻഡ് സ്ട്രോങ് റൂമിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ 2.5%, വെഹിക്കിൾസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ 30%, ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ 10%, കമ്പ്യൂട്ടർ ആൻഡ് ഗോൾഡ് പ്യൂരിറ്റി അനലൈസറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ 33% ആണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലതവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡ്യൂ ടു, ഡ്യൂ ബൈ. അടുത്ത ടോപ്പിക്കാണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എന്താണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്? റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നത് റിയൽ അക്കൗണ്ട് ആണ്. അതായത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതായത് വരുന്നതിനെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, പോകുന്നതിനെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ റിസീറ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിലും പേയ്മെന്റുകളെല്ലാം ക്രെഡിറ്റ് സൈഡിലുമാണ് രേഖപ്പെടുത്തുന്നത്. ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നത് ഒരു ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്. ഇതിൽ ക്യാഷ് ഐറ്റംസും ബാങ്ക് ഐറ്റംസും ഉൾപ്പെടുന്നു. അതോടൊപ്പം ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും റിസീറ്റ് ആൻഡ് പേയ്മെന്റിൽ ഉൾപ്പെടുന്നുണ്ട്. റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഇടപാടിന് 2 വശങ്ങളുണ്ട്. ഒന്ന് റിസീവിങ് ആസ്പെക്ട്, 2 ഗിവിങ് ആസ്പെക്ട്. ഈ 2 ആസ്പെക്റ്റുകളും രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് അതിനെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റുകൾ രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ഇതിൽ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ എന്നതൊരിക്കലും ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും 2 സൈഡുകളും ബാലൻസ് ചെയ്യുന്നതിലൂടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉപയോഗിക്കുന്നില്ല. സാധാരണ ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസുമായിട്ട് ആരംഭിക്കുന്നു, ഒരു ക്ലോസിംഗ് ബാലൻസുമായിട്ട് അവസാനിക്കുന്നു. ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ റെസീറ്റുകളുടെയും പേയ്മെന്റുകളുടെയും സമ്മറിയാണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സാധാരണയായി ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിലാണ്. ഈ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ എന്നത് ക്യാപിറ്റൽ ഐറ്റംസ്, റവന്യൂ ഐറ്റംസ് ഇവയൊന്നും വേർതിരിക്കുന്നില്ല. അതോടൊപ്പം ക്യാഷ് ഐറ്റംസും ബാങ്ക് ഐറ്റംസ് ഇവയെയും വേർതിരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.
അതോടൊപ്പം നോൺ ക്യാഷ് ട്രാൻസാക്ഷനുകളെയും റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നില്ല. അതായത് ഡിപ്രിസിയേഷൻ മുതലായ നോൺ ക്യാഷ് ട്രാൻസാക്ഷനുകളൊന്നും റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമാണ് ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത്. ഒരു എക്സാമ്പിൾ ക്ലബ്ബുകൾ, ഇതൊക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളാണ്. അവിടെ പ്രോഫിറ്റ് ലോസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനുകളിലൊക്കെ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. അടുത്തത് അക്കൗണ്ടിങ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺ. ട്രേഡിംഗ് ഒന്നും നടത്താത്ത ഒരു ഓർഗനൈസേഷനുകളെ സംബന്ധിച്ചിടത്തോളം അവയിലും അക്കൗണ്ടിങ് ആവശ്യമാണ്. അതായത് അതിൽ വന്നിരിക്കുന്ന ഇൻകം എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അക്കൗണ്ടിങ് ആവശ്യമാണ്. അപ്പോൾ അവിടെ തയ്യാറാക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ ഓർഗനൈസേഷൻ, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷനുകളിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നത് ഒരു തരം നോമിനൽ അക്കൗണ്ടാണ്. അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അതായത് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാവില്ല, ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവില്ല. ഇതിൽ ക്യാപിറ്റൽ ഐറ്റംസ് ഉൾപ്പെടുന്നില്ല, റവന്യൂ ഐറ്റംസ് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകത്തെയെല്ലാം ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ റെസീറ്റ് സൈഡിലെ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലെ ഇൻകംസും രേഖപ്പെടുത്തി അവ തമ്മിലുള്ള ബാലൻസ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകൾ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ 3 തരം അക്കൗണ്ടിങ്ങുകളാണ് പഠിച്ചത്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിലെ അക്കൗണ്ടിങ്, നോൺ ട്രേഡിംഗ് കൺസേണുകളിലെ അക്കൗണ്ടിങ്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസിന് പകരം RRD ആണ് തയ്യാറാക്കുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. നോൺ ട്രേഡിംഗ് കൺസേണുകളിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. ഇത്രയും കാര്യം കൂട്ടുകാർക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.